ഷുക്കൂർ, നേരത്തെ ഇന്ന് രാവിലെ വിദ്യാഭ്യാസ മന്ത്രിയുടെയും പിന്നീട് സ്കൂൾ പ്രിൻസിപ്പലിന്റെയും ഒക്കെ പ്രതികരണം നമ്മൾ കേട്ടു. ഈ സ്കൂളിന്റെ ബൈലോ അനുസരിച്ച് മുന്നോട്ട് പോകാൻ തയ്യാറാവുകയാണെങ്കിൽ കുട്ടിക്ക് വിദ്യ നൽകാൻ തയ്യാറാണ്, അങ്ങനെ തന്നെ പറയുകയാണ്. വിദ്യ നൽകാൻ തയ്യാറാണ് എന്നായിരുന്നു പ്രിൻസിപ്പൽ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ കുടുംബത്തിന്റെ നിലപാട് എന്താണ്? ആ സ്കൂളിൽ ഇനി പഠിക്കേണ്ട എന്നാണോ? അമൃത, സംസ്ഥാന സർക്കാർ വളരെ ശക്തമായ ഒരു നിലപാട് സ്വീകരിച്ചു. അത് ഹിജാബ് ധരിച്ച് ഈ കുട്ടിക്ക് സ്കൂളിൽ പഠിക്കാൻ അവസരം നൽകണം എന്നുള്ളതായിരുന്നു. എന്നാൽ അത് അംഗീകരിക്കാൻ ഈ സെന്റ് റീത്ത സ്കൂൾ മാനേജ്മെന്റ് തയ്യാറായില്ല. അവർ സ്കൂളിന്റെ നിയമാവലിയിൽ ഹിജാബ് അനുവദനീയമല്ല എന്നൊരു നിലപാട് തന്നെയാണ് എടുത്തത്. ഒപ്പം തന്നെ ഇത് മന്ത്രി അടക്കമുള്ള ആളുകൾ പ്രശ്നമുണ്ടാക്കുന്നു എന്നൊരു സമീപനം അവർ പരസ്യമായി സ്വീകരിക്കുകയും ചെയ്തു. ഈ ഒരു ഘട്ടത്തിൽ ഇനി ഹിജാബ് ധരിച്ച് ആ സ്കൂളിൽ പഠിക്കാൻ സാധ്യമല്ല എന്നൊരു വിലയിരുത്തലിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ രക്ഷിതാവ് ഇത്തരം ഒരു നിലപാട് അറിയിച്ചിരിക്കുന്നത്. അതായത് ഇനി ഈ സ്കൂളിൽ പഠിക്കാൻ തന്റെ മകൾക്കും താല്പര്യമില്ല. കാരണം വലിയ മാനസിക സമ്മർദ്ദം മകൾ അനുഭവിക്കുന്നു. ഒപ്പം തന്നെ സമൂഹത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഛിദ്രത വളരുന്നു. ഇതൊന്നും തങ്ങൾ ആഗ്രഹിക്കാത്തതാണ്. തന്റെ മകൾ ആവശ്യപ്പെട്ടത് ഒരു ഷോൾ ധരിക്കാനുള്ള ഒരു അവകാശം മാത്രമാണ്. അതെന്തുകൊണ്ട് അനുവദിക്കുന്നില്ല? ഹിജാബ് ധരിച്ച അല്ലെങ്കിൽ തലമറച്ച കന്യാസ്ത്രീകൾ തന്നെ തങ്ങൾക്ക് അത്തരം ഒരു അവകാശം നിഷേധിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് അവർ പ്രതികരിച്ചത്. എന്തായാലും ഇത് സംബന്ധിച്ച ഒരു വിശദീകരണം സ്കൂൾ മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല. അവർ അല്പം മുമ്പ് വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ സ്കൂൾ പ്രിൻസിപ്പൽ ഹെലീന പറഞ്ഞത് തങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു വിവരവുമില്ല. സ്കൂൾ യൂണിഫോം അംഗീകരിച്ച് അവർ പാലിച്ചു വരികയാണെങ്കിൽ അവരെ പഠിപ്പിക്കാൻ തയ്യാറാണ്. ഒപ്പം തന്നെ ഈ സ്കൂളുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ ഇടപെട്ട BJP അടക്കമുള്ള പാർട്ടികൾക്ക് നന്ദി പറഞ്ഞുകൊണ്ടാണ് അവരുടെ വാർത്താ സമ്മേളനം രക്ഷിതാവിൽ നിന്ന് ഒരു പരാതി വിദ്യാഭ്യാസ വകുപ്പിന് ലഭിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും അത്തരത്തിലൊരു അന്വേഷണവും ഒരുപക്ഷെ നടപടിയുമൊക്കെ ഉണ്ടായേക്കാം. എന്നാൽ നിലവിൽ അത്തരം ഒരു പരാതി ഈ രക്ഷിതാവ് കൊടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അവരുടെ വാർത്താക്കുറിപ്പിൽ ഈ രക്ഷിതാവ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇന്ന് രാവിലെ തയ്യാറാക്കിയിരുന്നു. അതിൽ സംസ്ഥാന സർക്കാരിനൊപ്പം തന്നെ വിദ്യാഭ്യാസ വകുപ്പിനും ഒരു നന്ദി അറിയിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ചില രാഷ്ട്രീയ പാർട്ടി നേതാക്കളും ജനപ്രതിനിധികളും മകളെയും എന്നെയും കുറ്റക്കാരാക്കി ചിത്രീകരിക്കുകയും ആവശ്യം പിൻവലിക്കാൻ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തു എന്നൊരു കാര്യം കൂടി പറയുന്നു. അതായത് ചില രാഷ്ട്രീയ നേതാക്കൾ നിങ്ങൾ ഹിജാബ് ധരിക്കാതെ തന്നെ സ്കൂളിലേക്ക് പോകണം എന്ന് അവരോട് സമ്മർദ്ദം ചെലുത്തി എന്ന് ഈ രക്ഷിതാവ് പറയുന്നുണ്ട്. ഇത്തരം സമ്മർദ്ദങ്ങൾ താങ്ങാനാകാതെ മനോനില തന്നെ തകരാറിലാകുന്ന സ്ഥിതിയിലാണ് ഞങ്ങൾ. ന്യായമായ ആവശ്യമാണെങ്കിലും അതിന്റെ പേരിൽ രാഷ്ട്രീയവും വർഗീയവുമായ മുതലെടുപ്പിന് പലരും ശ്രമിക്കുന്നുവെന്നാണ് ഈ ദിവസങ്ങളിൽ ഞങ്ങൾ മനസ്സിലാക്കിയത്. അതിൽ സ്കൂളിലെ PTA പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ നടത്തിയ വർഗീയമായ ഇടപെടൽ എനിക്കും എൻ്റെ മകൾക്കും വലിയ മാനസികാഘാതമുണ്ടാക്കി. അതിനാൽ ഈ സ്കൂളിലെ മകളുടെ പഠനം അവസാനിപ്പിക്കുകയാണ് എന്ന ഒരു ആരോപണം കൂടി ഈ രക്ഷിതാവ് ഉന്നയിക്കുന്നുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ പ്രശ്നം പരിഹരിച്ചു എന്ന് ചില നേതാക്കൾ പറയുമ്പോഴും എങ്ങനെയാണ് ഈ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചത് എന്നൊരു ചോദ്യം കൂടി ഉയരുന്നുണ്ട്. അതായത് നിങ്ങൾ ഹിജാബ് ധരിക്കാതെ തന്നെ ഈ സ്കൂളിൽ പോകണം എന്ന ഒരു നിലപാട് ഇവരുടെ മേൽ അടിച്ചേൽപ്പിച്ചു എന്നാണ് ഈ രക്ഷിതാവ് പറയുന്നത്. ആ അർത്ഥത്തിൽ ഈ പ്രശ്നം പരിഹരിക്കാനല്ല, മറിച്ച് സ്കൂൾ മാനേജ്മെന്റിനും അവരുടെ താല്പര്യങ്ങൾക്കും വേണ്ടി ഈ അനസ് എന്ന ഈ വിദ്യാർത്ഥിയുടെ പിതാവിന് മേൽ ചില സമ്മർദ്ദങ്ങൾ ചെലുത്തുകയാണ് ഉണ്ടായത്. ആ സമ്മർദ്ദം തങ്ങൾക്ക് താങ്ങുന്നില്ല എന്നാണ് അവർ പറയുന്നത്. ആ അർത്ഥത്തിൽ ചില ചോദ്യങ്ങൾ കൂടി ഉന്നയിച്ചാണ് ഈ പ്രശ്നം താൽക്കാലികമായെങ്കിലും ഇപ്പോൾ അവസാനിക്കുന്നത്. ഇനിയിപ്പോൾ സ്കൂളിൽ തുടരാനില്ല എന്നുള്ള തീരുമാനം അത് സ്കൂൾ അധികൃതരെ അറിയിച്ചു കഴിഞ്ഞോ? നിലവിൽ ഈ ഒരു വിവരം മീഡിയ വണ്ണിലൂടെ ഈ കുട്ടിയുടെ പിതാവ് പറഞ്ഞതിന് ശേഷം